ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡയറക്റ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവരും സന്തോഷമായിട്ട് ഈ ഓണക്കാലം, പ്രത്യേകിച്ചും അവധിക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. ഉത്രാടത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ്? ത്രോട്ട് ചക്ര, ട്രൂത്ത്. അത് ഭയങ്കര ശരിക്കും ഒരു നല്ല കോമ്പിനേഷൻ ആണ്, ത്രോട്ട് ചക്രയും ട്രൂത്തും. ഹർട്ട് ആൻഡ് ലോസ്, സ്പിരിച്വൽ സ്ട്രെങ്ത്, temptation, victory and success. ബോട്ടം വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്ത്. നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഏസ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. നമ്മളിപ്പം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി പോകും അവരില്. അത് എന്ത് കാര്യത്തിലായാലും നമ്മൾ ഓവർ അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് ദൈവം എപ്പോഴും ഒരു വാർണിംഗ് തരും. നമ്മൾ എന്ത് കാര്യത്തിലാണോ ഒത്തിരി അറ്റാച്ച്ഡ് ആകുന്നത് അതിനെ നമ്മൾ സ്പിരിച്വൽ ആകും തോറും നമ്മൾ ദൈവം അതിനെ കട്ട് ചെയ്ത് കളയൂട്ടാ. അതെപ്പോഴും നമ്മൾക്ക് ഒരു ഓർമ്മ വേണേ. നമ്മൾ ശരിക്കും ചിലപ്പോൾ ജെന്യുവിനായിട്ടുള്ള സ്നേഹമായിരിക്കാം, പക്ഷേ നമ്മളെക്കാളേറെ പല കാര്യങ്ങളെയും സ്നേഹിക്കുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് വേദനയായിരിക്കും കിട്ടുന്നത്. അത് ചിലപ്പോൾ ആ ഒരു കാര്യത്തിന്റെ കുറ്റമായിരിക്കില്ല, ചിലപ്പോൾ വ്യക്തികളാണെങ്കിൽ ആ വ്യക്തികളുടെ കുറ്റമായിരിക്കില്ല. നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മളുടെ സോളിന്റെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് ദൈവം തന്നെ ചില കാര്യങ്ങളെ കട്ട് ചെയ്ത് കളയും. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും ചിലപ്പോൾ പറ്റൂല. ശരിക്കും നമുക്ക് ആ ഒരു സമയത്ത് അത്രയും ഒരു ബോധമൊന്നും നമുക്ക് ചിലപ്പോൾ ഉണ്ടാവൂല. പക്ഷേ നമ്മളുടെ ആ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും തോറും നമുക്ക് പല പരീക്ഷണങ്ങളും വരും. ഈ ഒരു സമയം നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഹീലാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പല സത്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നു. ഇതുകൊണ്ടാണ്, ഇതിങ്ങനെയായിരുന്നു സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ് കേട്ടോ. നമ്മൾ ഹാർട്ട് ചക്രയിൽ എന്തെങ്കിലുമൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ അത് ഹീലാകുന്നു എന്ന് കാണുന്നുണ്ട്. ആദ്യം തന്നെ നല്ലൊരു ഇതാണ്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ത്രോട്ട് ചക്രയും ട്രൂത്തുമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ത്രോട്ട് ചക്ര ഹീൽ ചെയ്യേണ്ട ഒരു ദിവസമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ത്രോട്ട് ചക്ര ചിലപ്പോൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മൾ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സത്യം തുറന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്ന സത്യങ്ങൾ ആരും വിശ്വസിക്കൂല ത്രോട്ട് ചക്ര ബ്ലോക്ക് ആണെങ്കിൽ. കാരണം ഈ ത്രോട്ട് ചക്രയുടെ നിറം നീലയാണ്. ഇപ്പൊ ടർക്കോയിസ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലാണ് ഈ ത്രോട്ട് ചക്രക്ക് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പൊ അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടുമെന്നാണ് പറയുന്നത് ത്രോട്ട് ചക്ര. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഇപ്പം ക്രിസ്റ്റൽസ് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അതൊരു ടൂള് മാത്രമാണ്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒരു ക്രിസ്റ്റൽ ഇട്ടാൽ മാറും എന്ന് വിചാരിക്കരുത്. പക്ഷേ അതിൻ്റെതായ ഒരു എഫക്റ്റ് ഉണ്ട്. അത് സത്യമാണ്. നമ്മളുടെ പ്രൊട്ടക്ഷന് അത് ഒരു പരിധിവരെ സഹായിക്കും. നമുക്ക് അബൻഡൻസ് കൊണ്ടുവരാൻ കുറേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ട് എങ്കിൽ ഈ ക്രിസ്റ്റല് നമുക്ക്, പ്രത്യേകിച്ച് എനർജൈസ് ചെയ്ത ക്രിസ്റ്റൽസ് ഒക്കെ നമുക്ക് ആ ബ്ലോക്കൊക്കെ മാറ്റാൻ ഒരു പരിധി വരെ സഹായിക്കും. പക്ഷെ നമ്മളുടെ കർമ്മ റിലീസ് ചെയ്യൂല. ഈ ക്രിസ്റ്റൽ ഇട്ടെന്ന് വെച്ചിട്ടൊന്നും നമ്മളുടെ കർമ്മ റിലീസ് ചെയ്യൂല. ഈ കർമ്മ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. കാരണം നമ്മളായിട്ട് ഉണ്ടാക്കിയ കർമ്മമാണ്. എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ കർമ്മമാണ്. അപ്പൊ ആ കർമ്മ റിലീസ് ചെയ്യാൻ നമ്മളുടെ പ്രാർത്ഥന, മെഡിറ്റേഷൻ, നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ ചിന്തകൾ, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ആ കർമ്മ റിലീസ് ചെയ്യുക. ഇപ്പൊ എല്ലാ ആൾക്കാരും
ഒത്തിരി ബാഡ് കർമ്മ ചെയ്ത ഒരുപാട് ജന്മങ്ങളിൽ ബാഡ് കർമ്മ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഈ കർമ്മയാണ് നമ്മളെ ഈ ജന്മത്തിൽ നമ്മൾ ഇങ്ങനെ റിലീസാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വേദനകളായിട്ടായിരിക്കാം, ചിലപ്പോൾ അസുഖങ്ങളായിട്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തന്ന കർമ്മ റിലീസാക്കുകയാണ് ചെയ്യണത്. അപ്പം അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ തമാശയ്ക്ക് പോലും ഇങ്ങനെ കള്ളം പറയുന്ന ആൾക്കാരുണ്ട്. വെറുതെ പറയുന്നതാണ്, ഒരു നിരുപദ്രവകരമായ കള്ളങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കള്ളങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഇപ്പോൾ ഒരു കള്ളവും പറയാതെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റൂല. പക്ഷെ നമ്മൾ തമാശയ്ക്ക് കള്ളം പറയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്യാതിരിക്കുക. ഈ പ്രാങ്ക് പോലെയുള്ള കാര്യങ്ങൾ, പ്രാങ്ക് എന്നൊക്കെ പറയുന്ന വലിയ കാര്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ആ ഒരു നിമിഷത്തെ നമ്മൾ ഈ പ്രാങ്ക് ചെയ്യുമ്പം ആ ഒരു നിമിഷം മറ്റുള്ളവരുടെ ആ ഒരു ഇമോഷൻ അപ്പം തന്നെ നമുക്ക് കർമ്മമായിട്ട് വരികയാണ്. ചിലപ്പം അത് ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ കഴിയുമ്പം ആ എനർജി മാറിയാലും ആ ഒരു എനർജി അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളായിട്ടുണ്ടാക്കിയ ഒരു കർമ്മം അത് അപ്പം തന്നെ നമ്മളിലേക്ക് വരും. അതൊന്നും ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ പ്രാങ്ക് പോലെയുള്ള കാര്യങ്ങൾ പറയുക, കള്ളം പറഞ്ഞ ആളുകളെ പറ്റിച്ച് പിന്നെ സത്യം പറയാമെന്ന് വിചാരിച്ചിട്ട് ഈ അത്ര അറിവില്ലാതെ, അത്ര അങ്ങനെയൊന്നും ചിന്തിക്കാതെ നിരുപദ്രവമായി ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് സ്പിരിച്വലായിട്ടുള്ള ആ ഒരു പാത്തിൽ കൂടെ പോണ ആൾക്കാർ അങ്ങനെ ചെയ്യരുത്. അതും കർമ്മയായിട്ട് ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ത്രോട്ട് ചക്ര ഹീലാകുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, ഇതുവരെ പറയാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ ചില ആൾക്കാർ പാട്ട് പാടുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ചിലപ്പോൾ ഇന്ന് ഓണം ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നല്ലപോലെ പാട്ടൊക്കെ പാടിയിട്ട്, ഇതുവരെയും ചിലപ്പോൾ ചെയ്യാതിരുന്നൊരു കാര്യമായിരിക്കും, ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ട് നിങ്ങൾ പാട്ടൊക്കെ പാടുന്നു എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ട്രൂത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സത്യം എന്ന് നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റും. നിങ്ങൾ പറയുന്ന സത്യം മറ്റുള്ളവർ വിശ്വസിക്കും. ഇത്രയും കാലം നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലൂടെ, നിങ്ങൾ തുറന്ന് പറയുന്നതിലൂടെ അതവരും വിശ്വസിക്കുന്നതാണ് കാണുന്നത്. ചിലപ്പം നമ്മളുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സത്യമാണ് നമ്മൾ പറയണമെങ്കിലും അത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റൂല, മറ്റാൾക്കാരോട് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റൂല. നമ്മൾ പറഞ്ഞു വരുമ്പം ചിലപ്പോൾ മറ്റുള്ളവർ വീണ്ടും തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ കൺവിൻസ് ചെയ്യാനേ പോകരുത്. നമ്മളിൽ ശരിയുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളാണ് ശരിയെന്നുണ്ടെങ്കിൽ ആ ശരി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പോകരുത് എന്നുള്ളൊരു മെസ്സേജ് കൂടിയുണ്ട്. ഇത് ദൈവമായിട്ട് അല്ലെങ്കിൽ കാലമായിട്ട് അത് റിവീൽ ചെയ്യേണ്ട കാര്യമാണ്, കൺവിൻസ് ചെയ്യിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അത് നമ്മളായിട്ട് റിവീൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. സത്യം ദൈവമായിട്ട് അറിയിച്ചു കൊടുക്കട്ടെ എന്ന് കൂടി മനസ്സിലാക്കുക. ഹേർട്ട് ആൻഡ് ലോസ് ആണ്. അപ്പം ഇതിൽ കുറേ ആൾക്കാർ വളരെ ഇത് 3 ഓഫ് സോൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറേ വിഷമത്തിലും വേദനയിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്കാണ് ഇന്നൊരു ഹീലിങ്ങിൻ്റെ എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇതിലാണ് ഇരിക്കുന്നതെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് ഒരു ഹീലിംഗ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പാസ്റ്റിനെ വിട്ടുകളയുക, പാസ്റ്റിനെ ഹോൾഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, അത് ആദ്യം തന്നെ പറഞ്ഞു, ശരിക്കും ചില കാര്യങ്ങളിൽ നമുക്ക് വേദന വരുന്നത് നമ്മളുടെ കർമ്മം കൊണ്ട് വരുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ചില കാര്യങ്ങൾക്ക് നമുക്ക് വേദന ഉണ്ടാകാം. ചിലപ്പം മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിൻ്റെ നഷ്ടം കൊണ്ട് നമുക്കൊരു വേദന ഉണ്ടാകാം. അത് നമ്മളുടെ കർമ്മഫലമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കർമ്മം നമ്മൾ ഈ ഒരു ജന്മത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളയുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കുക. സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്. അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം പ്രാർത്ഥന, മെഡിറ്റേഷൻ, സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്ത അതിനുള്ള ഫലം ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അതിന് ഫലം കിട്ടുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മളുടെ പലരും ഇങ്ങനെ ഗുരുവിനെ തേടി പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഗുരുവിനെ ഒരിടവും തേടി പോകണ്ട, നമ്മളിലേക്ക് ഗുരു വരും എന്നാണ് പറയുന്നത്.
അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഉള്ള ഗുരു നമ്മളെ തേടി നമ്മളിലേക്ക് വരും എന്നാണ് കാണുന്നത്. പിന്നെ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ എനിക്ക് കുറേ കമൻറ്റും കുറേ പേഴ്സണൽ മെസ്സേജും വരാറുണ്ട്. നമ്മളെ ഒരുപാട് ഉപദ്രവിച്ച ആൾക്കാർക്ക് കർമ്മ കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഉള്ള റീഡിങ് ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പം പാസ്റ്റിൽ ഞാനും അങ്ങനെയൊക്കെ ഈ ചോദിക്കുമ്പോൾ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണ്? നമ്മളെ ദ്രോഹിച്ച ആൾക്കാർക്ക് കർമ്മ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കർമ്മ കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും മറ്റുള്ളവരിലും ആ വേദനയിലും ആ ഒരു എനർജിയിലും സ്റ്റക്കായിരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവല്ലേ വരണത്. എന്തിനാണ്? നമ്മളെപ്പോഴും ക്ഷമിച്ചു കൊടുക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളുടെ സോൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും വൈരാഗ്യമോ അവർക്ക് കർമ്മ കിട്ടുമോ എന്നുള്ളതൊന്നുമല്ല. നമ്മളെ ഈ ശരീരമാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. നമ്മളുടെ സോൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല കേട്ടാ. ചിലപ്പം ഒരുപാട് വേദന, ചിലപ്പം ഈ ഒരു ജന്മത്തിൽ വല്ല ഒരു മിസ്റ്റേക്ക് ഒന്നും ചെയ്യാതെ തന്നെ ഒത്തിരി വേദനകൾ അനുഭവിച്ച ആൾക്കാരായിരിക്കണം അത് ചോദിക്കണത്. പക്ഷെ എന്നാലും അവരുടെ അറിവിന് വേണ്ടിയിട്ട് പറയുന്നതാണ്, നമ്മൾ മറ്റുള്ളവരുടെ കർമ്മയിൽ ഫോക്കസ് ചെയ്യണ്ട. നമ്മളത് അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ പറയായിരിക്കും അങ്ങനെ കിട്ടട്ടെ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ അത് പതിയെ അതൊന്ന് മതിയാക്കുക. നമ്മൾ വളരെ നമുക്ക് പലപ്പോഴും അറിവില്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചോദിക്കാറും പറയാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ അത് മതിയാക്കുന്നത് നല്ലതാണ്. നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണത്. നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളുടെ വേദനകളൊക്കെയും നമുക്ക് ദൈവം തന്ന പരീക്ഷണങ്ങളായിട്ട് കണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കുക. ടെംപ്ടേഷനാണ് ഇന്നത്തെ ദിവസം. എന്തെങ്കിലും ഒരു പ്രലോഭനങ്ങളിൽ പെട്ടുപോകാതെ നിങ്ങൾ മാറി നിൽക്കുന്നത് നല്ലതാണ്. നമുക്ക് ചിലപ്പം നമ്മളെ ഒരു പരീക്ഷണം, എന്തെങ്കിലും ഒരു കാര്യം, തെറ്റായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകാനുള്ള ഒരു പരീക്ഷണം നമുക്ക് കിട്ടിയേക്കാം. നമ്മൾ ആ പരീക്ഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അതിൽ പോകാതിരിക്കുക. ഇന്നത്തെ ചിലപ്പം നമ്മുടെ വാക്കുകൊണ്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരെ പറഞ്ഞ് വേദനിപ്പിക്കാനുള്ളൊരു ഒരു ഇതുണ്ടാവും. കാരണം മറ്റുള്ളവരെന്തെങ്കിലും ട്രിഗർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. മാത്രമല്ല എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു അഡിക്ഷനോ അട്രാക്ഷനോ ഒക്കെ ഏതെങ്കിലും വ്യക്തികളോട് തോന്നാനുള്ളൊരു ഇതുണ്ട്. ഇതൊക്കെ പിന്നെ അതുപോലെ ഒരു അഡിക്ഷൻ പോലത്തെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മളിലേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ. അത് ഇന്നത്തെ ദിവസം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ആദ്യമേ കണ്ടു. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നമ്മൾ മാറിപ്പോകാനാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പം പ്രാർത്ഥിക്കുക. വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിക്ടറി ഉണ്ട് എന്നാണ് കാണുന്നത്, സക്സസ് ഉണ്ടെന്നാണ് കാണുന്നത്. നമ്മളുടെ പ്രയത്നത്തിൻ്റെ ഫലം കിട്ടും. ഒരു വിക്ടറി അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇതൊരു 6 of Wands എനർജിയാണ്. അപ്പോൾ നമ്മളുടെ ഹാർഡ് വർക്ക്, നമ്മൾ എന്താണോ ചെയ്തിരുന്നത്, എത്ര എഫേർട്ട് എടുത്തിരുന്നു, അതിനൊക്കെ ഉള്ള ഫലം നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പം പൊതുവേ ഒരു നല്ല സമയം വരുന്നു എന്നുള്ളതാണ്. നല്ലൊരു എനർജിയാണ്, വളരെ പോസിറ്റീവാണ്. അപ്പം ഇതിലൊരു ഹാർട്ട് അറ്റാക്ക് ലോസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കുറേ കാര്യങ്ങൾ മറക്കാൻ പറ്റുന്നത് മറക്കാൻ തുടങ്ങുക, എഫേർട്ട് നമ്മൾ എടുക്കുക. പുറത്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പുറത്ത് കൊടുക്കാൻ തുടങ്ങുക, അതിനെ എഫേർട്ട് എടുക്കുക. നമ്മൾ വൈരാഗ്യം ഒന്നിനും പരിഹാരമല്ല കേട്ടാ. നമുക്ക് വൈരാഗ്യം ഒന്നും ഒരു കാര്യത്തിനും പരിഹാരമല്ല. ഏതെങ്കിലും ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലമായിരിക്കും നമ്മൾ ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കുന്നത്. അത് മനസ്സിലാക്കി വിട്ട് കൊടുക്കാൻ ശ്രമിക്കുക, വിട്ട് കളയുക, നമ്മളിലേക്ക് തിരിയുക. അതാണ് ഇത് പാഷൻ ഇഗ്നൈറ്റഡ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളിലേക്ക് തിരിയാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷകരമായിട്ടിരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.